പോയിട്ട് ബാപ്പയെ കൂടി ഇരുന്നിട്ട് ഇതുപോലെ മുറുക്കാൻ നിന്നിരിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ഈ 25 പൈസ വന്നിട്ട് ഞാനതേറ്റ് പോകണം. ഞാനതേറ്റ് പോയി ഭക്ഷണം കഴിച്ച് വരണമോ കരയിൽ വന്നപ്പോ ബാപ്പ സക്രാത്തിന്റെ ഹാലിലാണ്. മനസ്സിലായി? ഇന്ന് കഴിഞ്ഞതുപോലെ എനിക്ക് ആ സംഭവം ഇങ്ങനെ കാണണം. ഞാൻ പോകുമ്പോ മുറുക്കാൻ തന്നെ ഇരുന്നതാണ്. ഇരിക്കട്ടെ, അള്ളാഹു ഒരു മഹത്വത്തല്ലേ. പിന്നെ എന്റെ നല്ല കാര്യങ്ങളൊന്നും കാണാൻ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും സാധിച്ചില്ല. എന്റെ മുമ്പ് അള്ളാഹു വരെ ഏറ്റെടുത്തു പോയി. അള്ളാഹു ഒരിക്കലും മഹത്വത്തിന് നൽകട്ടെ. മനസ്സിലായ ഈ ബന്ധം എനിക്ക് കിട്ടിയതിന് ശേഷം എൻ്റെ ഉമ്മയൊപ്പ ഇല്ല എന്നുള്ളൊരു ഖേദം എനിക്കുണ്ടായിട്ടില്ല. ആ നഷ്ടത്തിൽ നിന്ന് ഈ ബന്ധം കിട്ടലോടുകൂടെ ഉമ്മയെക്കാളും ബാപ്പയെക്കാളും സ്നേഹത്തോടുകൂടെ എങ്ങനെയെന്നുള്ള പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അത്രമാത്രം വാത്സല്യത്തോടു കൂടെ അടിച്ചും കുത്തിയിട്ടും പിന്നെ ചീത്ത പറഞ്ഞിട്ടും, മനസ്സിലായി? ഒരവസരത്തില് ഹൈദരാബാദ് ഷരീഫില് ജില്ല കഴിഞ്ഞ് വരുമ്പോ എല്ലാരും ഉറക്കിലാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ എടുത്തിട്ട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. തലീമിന്റെ ഷെഹ്മാന്റെ തലീമിന്റെ ഉദാക്കര ചെയ്തുകൊണ്ടിരിക്കുക. വിളക്കെല്ലാം കെടുത്തിക്കുന്ന ലൈറ്റൊന്നുമില്ല. ഞങ്ങൾ രണ്ടാളെ സീറ്റിന്റെ അത് ഇറക്കിയിട്ട് അടിയിലെ സീറ്റിൽ ഇരിക്കുകയാണ്. അങ്ങനെ തലീമ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ പിടിച്ചുകൊണ്ട് മടിയിൽ കണ്ട് കയറ്റി. ഞാൻ തന്നെ ആകെ അമ്പരുന്നത്. ആരും കാണൂല, ഇരുട്ടത്താണ് ട്രെയിനിലല്ലേ. അങ്ങനത്തെ ഒരുപാട് രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ അത് പറയല്ല. അള്ളാഹു വേറെ ദർജന ഉയർത്തിക്കൊടുക്കും. അവരെ റോഹിയായിരിക്കുന്ന ആ സഹായമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമുക്ക് അള്ളാഹു കാട്ടിത്തന്നു. എന്നെ കൊണ്ട് തിരിച്ചു കേൾക്കാനില്ല, ഞാൻ മുമ്പും അല്ല. മനസ്സിലാണ്? ഇതിന്റെ ക്രെഡിറ്റ് ഒക്കെ ആരുള്ളതാണ്? ബഹുമാനപ്പെട്ട ശ്രീനാട്ടുള്ളതാണ്. ഉന്നതമായിരിക്കുന്ന ദർജയിലേക്ക് അള്ളാഹു ഉയർത്തട്ടെ. അങ്ങനെ ചുരുക്കി പറയാം, കാലഘട്ടം കടന്നുപോയി. നൂറ് മസാജില് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് ചില്ലക്കല്ല് എഴുതിയിട്ടുണ്ട്. ചിലപ്പോ റബീഉൽ അവ്വലിൽ പോകുമ്പോ ട്രെയിൻ എന്ന് പറയും, ഈ പ്രാവശ്യം ഞാൻ എനിക്ക് ഖിലാഫത്ത് മേടിച്ചു ട്രെയിൻ എന്ന് പറയും. ഞാൻ ഒരു പ്രാവശ്യമൊന്നല്ല, പലവട്ടം ഞാൻ വണ്ടിയിൽ നിന്നെടുത്ത് ചാടുമാണ്. ഞാൻ ഹൈദരാബാദിൽ എത്തൂലായിട്ട് മുമ്പേ ഞാൻ ചാടി മരിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് ഒരവസരത്തിൽ ഗൾഫിൽ പോകാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോ ഇപ്പം ഗൾഫിൽ പോകാനായിട്ടില്ല എന്ന്. അക്കാലത്ത് ഗൾഫിന്റെ നല്ല സമയത്ത് അങ്ങനെ പിന്നെ 3-4 കുട്ടികളായതിന് ശേഷമാണ് എനിക്ക് ഗൾഫിൽ പോകാൻ പൂതിയുണ്ടായി. ഉണ്ടെങ്കിൽ പോയിക്കോന്നാണ്. ആ പോക്ക് ഖത്തറിൽ പോയി. ചുരുക്കി പറയാം, അള്ളാന്റെ ഫളിൽ കൊണ്ട് 5 കൊല്ലത്തോളം ഞാൻ അവിടെ ജോലി ചെയ്ത്. ഒരു കൊല്ലം അവിടെ നിൽക്കാൻ സാധിക്കാത്തൊരു അന്തരീക്ഷമായിരുന്നു. മനസ്സിലായി? അള്ളാന്റെ ഫളിൽ കൊണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-15 ആളുകളെ അവിടുന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഷെയ്ഖുനാനെ കൊണ്ട് വൈകിട്ട് ചെയ്യിച്ചു വരും. മനസ്സിലായി? അങ്ങനെ ഇരിക്കേണ്ട സമയത്ത് 1983 ഷെയ്ഖുനാന്റെ ലെറ്റർ പേഡ് എന്റെ കയ്യിലുണ്ട്. ഷെയ്ഖുന വക്കാലത്ത് തരികയാണ്. ഇനി ആരെങ്കിലും നിന്റെ പ്രിവിലേജിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ബൈഅത്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ബൈഅത്ത് ചെയ്തു കൊടുക്കാനുള്ള വക്കാലത്ത് ഞാൻ എനിക്ക് തരുന്നുണ്ട്.
എന്ന് പറഞ്ഞിട്ട് എനിക്ക് ലെറ്റർ അയക്കുകയാണ്. ഇന്ന് ഖിലാഫത്തൊന്നും കിട്ടിയിട്ടില്ല.